എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലം കഴിയും തോറും എന്തൊരു വേദനയായാലും ആ വേദനയുടെ കാഠിന്യം കുറയും. അതായത് നമ്മൾ മറവിയിലേക്ക് പോകും തോറും മനസ്സിനുണ്ടാകുന്ന ആ വേദനയുടെ കാഠിന്യം കുറയും. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 28-ാം തീയതി പാർവതിയുടെ സിസേറിയനായിരുന്നു. മാർച്ച് 28, ഏപ്രിൽ 14-ാം തീയതിയാണ് പാർവതിയുടെ ഡേറ്റ് ആയിരുന്നത്. അപ്പോൾ ഈ മാർച്ച് ആദ്യം വരെ, ഫെബ്രുവരി ലാസ്റ്റ് വരെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പാർവതി നല്ല സുന്ദരിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ഗർഭിണി വീട്ടിലുണ്ടാകുമ്പോൾ, വീട്ടിലല്ല നല്ല എവിടെ കണ്ടാലും നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലേ. ഒരു ഗർഭിണിയെ കാണുമ്പോൾ പ്രത്യേകിച്ച് പാർവതി അങ്ങനെ തന്നെയായിരുന്നു. എന്ത് പണിയെടുക്കാനും ഒക്കെ ഒരു മടി കാണിക്കാതെ എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴൊക്കെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ എഴുതി പൊട്ട് തൊട്ട് കുറി വരച്ച് സീമന്തരയിൽ കുങ്കുമൊക്കെ ചേർത്തി മുടി ഇങ്ങനെ ക്രാപ്പിട്ടിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക. അപൂർവം സമയങ്ങളിലാണ് ജിഷ്ണു പോയിട്ടുള്ളൂ ഡോക്ടറുടെ അടുത്തേക്ക്. എന്നിട്ട് 2-3 തവണ കൂടി പോയാൽ ബാക്കിയൊക്കെ സമയത്ത് പോകുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ മോള് വരുമ്പോൾ എനിക്ക് മോളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ പക്ഷേ മാർച്ച് ആദ്യമായപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ആകെ ഒരു ഇതൊന്നും ചെയ്യുന്നില്ല. വളരെ എന്താ പറയുക, സാധാരണഗതിയിൽ മുടി ക്രാമ്പിട്ട് മുഖത്തൊന്നും ചെയ്യാതെ അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ BP നോക്കിയപ്പോൾ BP ഇത്തിരി കൂടുതലാണ്. അന്നേരം പറഞ്ഞു, എനിക്ക് ഡോക്ടർ പറയണേ, എനിക്കല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്തോ ഒപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന്. എല്ലാ തവണ പോകുന്ന പോലെ അല്ല പോയത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്തോ ഒപ്പിച്ചിട്ട് പറഞ്ഞവരാണ്. അപ്പോൾ ഇതൊക്കെ ആൾക്ക് മാനസികമായിട്ട് ആളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ ഒരു വ്യതിചലനം ആണ് പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അടുത്തത് ഒരു സ്കാനിങ് ആയിരുന്നു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അന്ന് തന്നെ ഡോക്ടറെ കാണിക്കുകയാണ്. അപ്പോൾ സ്കാനിങ്ങിന് നമ്മുടെ ഡേറ്റ് ഡോക്ടറുടെ സമയം അനുസരിച്ചാണ് വാങ്ങിയത്. അങ്ങനെ വൈകിട്ട് സ്കാനിങ് കഴിഞ്ഞു. ഒരല്പം സമയം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് റിസൾട്ട് എത്തിയപ്പോൾ അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു കുഞ്ഞിൻ്റെ കഴുത്തിന് പൂക്കൾ കൂടി ഒന്ന് ചുറ്റിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ തന്നെ പാർവതിക്ക് വീണ്ടും ആകെ ടെൻഷനും കാര്യങ്ങളും, ഗൂഗിൾ സെർച്ച് ചെയ്യുക, അങ്ങനെ ആൾക്കുള്ള മറുപടികൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഇരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പാർവതിക്ക് ആകെ ടെൻഷനാണ്. പറയാം, ഇതിങ്ങനെ കറക്റ്റാണോ? അത് കുഴപ്പമൊന്നുമില്ല പാർവതി, അത് സാധാരണ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. നോർമൽ ഡെലിവറി ആവുമ്പോൾ അതാ ചുറ്റിയത് നമ്മളെടുത്ത് മാറ്റി കളഞ്ഞിട്ട് കുട്ടീനെ എടുക്കും. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, നോ പ്രോബ്ലം എന്ന്. അങ്ങനെ വീട്ടിലെത്തി. പിന്നെയുള്ള ദിവസങ്ങളൊക്കെ പാർവതിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, നമ്മളോട് പറഞ്ഞില്ലെങ്കിലും. അങ്ങനെ അപ്പം ഇതിങ്ങനെ കണ്ടതിന് സ്കാനിങ്ങിന് പോകുന്നതിന് 2 ദിവസം മുന്നേ വയറിൽ ഭയങ്കര അനക്കം. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസവം എടുക്കുന്തോറും സാധാരണ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു സൈഡിലേക്ക് കുഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, ഡേറ്റ് എടുത്ത് ഇരിക്കല്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ 28-ാം തീയതി ഉള്ളു പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ തൃശ്ശൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി നമ്മൾ നേരത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ജനറൽ ആശുപത്രി. അപ്പോൾ അങ്ങനെ പേര് മാറ്റി. അപ്പോൾ അവിടേക്ക് 28-ാം തീയതി രാവിലെ 8:30-ക്ക് ചെല്ലാൻ പറഞ്ഞൊക്കെ നമ്മളോട് PV ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 27-ാം തീയതി ഒരു വ്യാഴാഴ്ച പതിവില്ലാണ്ട് ഞങ്ങൾ 2 പേരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നില്ല. വീടൊക്കെ ഭയങ്കരമായിട്ട് നീറ്റാക്കി ഒതുക്കി പറക്കി വയ്ക്കും. പാർവതി അകത്ത് ഉടയ്ക്കണം, ഞാനും എന്തോ എല്ലാ കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട സ്ഥലത്തോടൊക്കെ തന്നെ എടുത്ത് ഒതുക്കി പറക്കി. അതങ്ങനെ സംഭവിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ പാർവതി വീണ്ടും പറയാൻ തുടങ്ങി, അമ്മ ഭയങ്കര അനക്കമായിട്ട് കിടന്നു. അപ്പം എനിക്ക് തോന്നി, ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ചോറും കറികളൊന്നും പിന്നെ കഴിക്കാനായിട്ട് തോന്നിയില്ല, കൊടുത്തുമില്ല, കഴിച്ചുമില്ല, ഒന്നുമില്ല. വേഗം തന്നെ ശാലുവിനെ വിളിച്ചു. സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി അപ്പോഴത്തേക്കും
സമയം പോകണമെന്ന് നമ്മൾ അറിയുന്നില്ല കേട്ടോ. ഏതാണ്ട് ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലെത്തി. എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഡോക്ടർ അല്ല അന്ന് ഡ്യൂട്ടിയിലുള്ളത്, വേറൊരു ലേഡിയായിരുന്നു. പാർവതീനെ ലേബർ റൂമിലേക്ക് പറഞ്ഞയച്ചു. നമ്മളങ്ങനെ എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. കുറേ കസേരകൾ ഇങ്ങനെ ഈ കൂട്ടിരിപ്പുകാർക്ക് കൂടെ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇരിക്കുക. ഇരുന്നപ്പോൾ നമ്മൾക്ക് മുന്നേ അവിടെ വന്നിട്ടുള്ള ഗർഭിണികളുടെ പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരെങ്ങനെ പറയാം, അമ്മമാരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ആണെങ്കിൽ അമ്മയുണ്ട്, അമ്മായിയമ്മയുണ്ട്, നാത്തൂനുണ്ട്, അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി ലേബർ റൂമിലാണ്. അങ്ങനെ ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ല, രാത്രിയല്ലേ, പുറത്ത് പോയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭഗവാനെ, നമ്മൾ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറെ പറഞ്ഞയച്ചു. ആൾക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു, ഞാൻ പൊക്കോട്ടെ എന്ന് വെച്ചപ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ജിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ജിഷ്ണു ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവരമൊക്കെ താഴേക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമാണ് മുകളിൽ. അല്ല, ശാലും സെക്യൂരിറ്റിയോട് എന്തൊക്കെ പറഞ്ഞു പിടിച്ച് ശാലിനി കയറി വന്നു എൻ്റെ അടുത്തേക്ക്. ഒരാൾക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയും നമുക്ക് കേൾക്കുക എന്നല്ലാതെ. അങ്ങനെ അരമണിക്കൂർ കഴിയുമ്പോൾ, അരമണിക്കൂർ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അരമണിക്കൂറല്ല, ഒരു ഏകദേശം 1 മണിക്കൂർ അടുത്തെത്തിയപ്പോഴാണ് വേറൊരു ആൺ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്തായാലും പാർവതിനെ നമുക്ക് നമ്മളിവിടെ അഡ്മിറ്റ് ആക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പേപ്പറുകളൊക്കെ വേഗം ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ജിഷ്ണു പോയി. ആ കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ടാക്കാൻ അഡ്മിറ്റ് ആയിരുന്നു, ഞാൻ രാവിലെ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് മോൻ പോയി. അത് കഴിഞ്ഞ് രാത്രി മുഴുവൻ പാർവതി അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ പുറത്തും. അങ്ങനെ ട്രിപ്പ് കുട്ടീനെ അങ്ങനെ കിടത്തിയേക്കാം. ഒരു തവണയും കണ്ടു. പിന്നെ നേരം വെളുത്തു 7:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ എത്തി, രേണുക മാഡം. ദൈവത്തെ പോലെ ഞാൻ കാണുന്നു. രേണുക മാഡം എത്തിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം, കുട്ടി പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ തലയൊക്കെ താഴോട്ടായിട്ടാണ് പൊസിഷനെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നില്ല, റിസ്ക്കാണ്. നമ്മളിപ്പോൾ തന്നെ ഓപ്പറേഷൻ നടത്തുകയാണ്, ബ്ലഡ് വേണം 1 കുപ്പി, അതൊക്കെ സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മുഴുവൻ എന്താണെന്ന് വെച്ചാൽ മരുന്ന് വെച്ച് പെയിൻ വരുത്താം എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ശരിക്കും LMP വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ 14-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ പക്ഷേ ഡോക്ടർ പിന്നീട് പറഞ്ഞു, നമുക്ക് 7-ാം തീയതി നമുക്ക് നോക്കാം കേട്ടോ, 7-ാം തീയതി ഡെലിവറി ഡേറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് ചെന്ന സമയത്ത് പറഞ്ഞു ഫെബ്രുവരി 2-ാം തീയതി അഡ്മിറ്റ് ആവണമെന്ന്. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ മാർച്ച് 28-ാം തീയതി തന്നെ അഡ്മിറ്റായി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ആങ്ങളെ ശാലിൻ്റെ മോനുള്ള ഭർത്താവിനെ ശരത്തിനെ വിളിച്ചു വരും പറഞ്ഞു, ശരത്ത് ഇങ്ങനെ 1 കുപ്പി രക്തം വേണം, അതിന് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആങ്ങളെ വിളിച്ചു പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ആ കാര്യം ഞാൻ അവർക്ക് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഈ മാർച്ച് മാസം ആദ്യം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന മഹാദേവൻ്റെ അടുത്തേക്ക് പാർവതിക്ക് ഒരു വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോയി ലേബർ റൂമിൽ പാർവതി കിടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സമാധാനമില്ല. ഞാനിപ്പോൾ അമ്പലത്തിലെ റെസിപ്റ്റ് എഴുതുന്ന ഒരു പെൺകുട്ടിയാണ്. സാധാരണ ഞാൻ ആ കുട്ടിയുടെ മുമ്പിലേക്ക് മെസ്സേജ് അയക്കുക ചെയ്യുക, ഇന്ന വഴിപാട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു 11:30 രാത്രി ആയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ ഇങ്ങനെ വരിക. അപ്പം ഞാൻ വേഗം ദൈവമേ മഹാദേവ എന്ന് വിചാരിച്ചു. എനിക്ക് 2 ആളെയും കേടുപാടുകളില്ലാതെ തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചു, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തെ ഈ സമയം ഏതാണ്ട് ഒരു 11:50 ആയി. അപ്പോൾ ഈ കുട്ടി, എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും കുട്ടി കാണുന്നുണ്ടോ എന്ന്. കാണുന്നില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കി, എന്നിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ
കാണും എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നിട്ട് 11 അല്ല രാവിലെ ഒരു 4:50 ആയപ്പോഴത്തേക്കും ആ കുട്ടി കണ്ടു, എനിക്ക് ഓക്കെ മറുപടി തന്നു. അങ്ങനെ 11 മണി ആയപ്പോഴത്തേക്കൊക്കെ അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് എല്ലാവർക്കും ചെല്ലാം കേട്ടോ. അതിനൊരു വലിയ ഉപകാരം. 11 മണി ആയപ്പോഴത്തേക്കും 11:30 ആയപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ലേബർ റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മുന്നേ ഡോക്ടർ പോകുന്നുണ്ട്. ഞങ്ങളും പുറകെ സ്ട്രക്ചറിൽ പാർവതി, ഞങ്ങൾ മറ്റ് സാധനങ്ങൾ തുണി ഒക്കെ ആയിട്ട് പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ പാർവതീനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ഡോക്ടർ അതിൻ്റെ ഉള്ളിലെത്തി. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കാവലിരിക്കുകയാണ്, പ്രാർത്ഥന അല്ലാതെ എന്ത്. എന്നിട്ട് ഒരു 11:44 കറക്റ്റ് സമയമായപ്പോഴത്തേക്കും വന്ന് പറഞ്ഞു, പാർവതിക്ക് പെൺകുട്ടിയാണ് കേട്ടോ എന്ന്. ഓ, അപ്പോൾ തന്നെ സമാധാനമായി. കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് നടന്നു എന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ട് ഒരു നഴ്സ് എത്തി. ആ കൂടെ ശാലു, ജിഷ്ണുവിൻ്റെ അമ്മയും പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മ ഒരിടത്ത് എവിടെയാണെന്ന് അറിയത്തില്ല, ഒരിടത്ത് സീറ്റിംഗ് ആക്കിയിട്ട് ശാലു തിരിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. കുറേ അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ വലിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ കാണിക്കും, ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. കുട്ടിക്കൊരു മോൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഉള്ളിലേക്ക് കടത്തി വിടാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെയും അതിൻ്റെ ഉള്ളിലുള്ള ഡോക്ടേഴ്സിൻ്റെയും കൈകളിൽ മാത്രമാണ്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യൂട്രസിൻ്റെ ഉള്ളിൽ കുട്ടി ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു, 3 കിലോ അടുത്ത് തൂക്കമുണ്ടായിരുന്നു. യൂട്രസിൻ്റെ ഉള്ളിലെ ഞരമ്പുകളെല്ലാം ഡാമേജ് ആയ രീതിയിലാണ് കുഞ്ഞ് കിടന്നിട്ട്. യൂട്രസിന് വളരെ വലിപ്പം കുറവ്, കുഞ്ഞു വയറാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാണ്ട് അമ്മയും കുഞ്ഞും കുഴപ്പമില്ലാണ്ട് ഇരിക്കണു. ഒരു 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും പാർവതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും തളർന്നു. കാരണം ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ നമ്മൾ വീണ്ടും 24 മണിക്കൂർ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. നമ്മൾ കുത്തിയിരിക്കുക എന്നുള്ളതല്ല, കുഞ്ഞതിൻ്റെ ഉള്ളിൽ, എൻ്റെ മോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും. ആ ഒരു വിഷമം. അപ്പോൾ എന്നോട് അങ്ങനെ തോളത്തായിട്ട് പറഞ്ഞേ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ടെൻഷൻ വന്നു. ഞാനതങ്ങനെ ഒരു ഒഴുക്കിനെ അങ്ങോട്ട് പറഞ്ഞതാണ്, വാർഡിലേക്ക് മാറ്റും എന്ന്. അതും സമാധാനം. അങ്ങനെ വാർഡിലേക്ക് മാറ്റി. അതായത് ഒരു നിരീക്ഷണ വാർഡ് തന്നെയാണത്. അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി. അപ്പോൾ താനെ ഒരു തഴി ഒക്കെ ചെയ്യുന്ന ബെഡ് സൗകര്യമാണ് അവിടെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ, പിറ്റേ ദിവസം നടന്നു. അങ്ങനെ വെള്ളിയാഴ്ചയായിരുന്നു കുഞ്ഞുണ്ടായത്. ചൊവ്വാഴ്ച നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞില്ലേ, ദിവസങ്ങൾ കഴിയത്തോറുമാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ആണും തോന്നുന്നൊന്നുമില്ല. നമ്മൾക്ക് ആരോട് പറയാൻ, നമ്മൾ വിഷമങ്ങളൊക്കെ തന്നെ ഉള്ളിൽ ഒതുക്കാന്ന് അല്ലാതെ ആരുണ്ട് പറയാനായിട്ട്. അങ്ങനെ ദൈവം എല്ലാം കാത്തു. ഇന്ന് ഇപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു.